ചന്ദ്രികേ, നിഖിലേ, നിഖിലേ, ചന്ദ്രികേ, ഇതെവിടെ പോയി? ചന്ദ്രയും നിഖിലും ഒക്കെ എവിടെ പോയിരിക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നില്ലല്ലോ. എനിക്കും എന്റെ മോൾക്കും കൂടുതൽ ദ്രോഹം വരുത്തി കൊടുക്കണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ രണ്ടും കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. നിനക്കിതല്ലാതെ നല്ലൊന്നും പറയാൻ അറിയില്ലേ രേണുകയെ? താലി കെട്ടിയ ഭാര്യയും ജന്മം കൊടുത്ത മോളും ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ ചന്ദ്രികയെ നിഖിലെ മോനെ എന്നൊക്കെ വിളിച്ച് അലർന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ഞങ്ങളെ കണ്ടില്ലേ? അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ നടക്കുന്ന അങ്ങനെയൊക്കെയാണല്ലോ. എങ്ങനെയും എന്നെ അമ്മയും കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം, അതാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അനന്തരവന് പുതിയ ഫോൺ വാങ്ങാൻ കെട്ടുകണക്കിന് എണ്ണി കൊടുക്കും. സ്വന്തം മോളെന്ന് പറയുന്ന എനിക്ക് ഒന്ന് റീചാർജ് ചെയ്യാൻ പോലും പൈസ തന്നില്ല. അത്രയ്ക്കങ്ങ് എഴുതി തള്ളിയേക്കല്ലേ ഞങ്ങളെ. അതേടി, നീ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കും നിന്റെ അമ്മ തരുന്ന സപ്പോർട്ടിനും നിങ്ങളെ രണ്ടിനെ എഴുതി തള്ളിയിരിക്കാൻ ഞാൻ. ആഹാ, എങ്കി പിന്നെ എന്തിനാ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നേ? ഞങ്ങളങ്ങോട്ട് ഇറങ്ങി തന്നേക്കാം. അപ്പൊ ആങ്ങളയ്ക്കും പെങ്ങൾക്ക് സമാധാനം ആവുമല്ലോ. അതിനാര് പിടിച്ചു വെച്ചേക്കുന്നത്? എങ്ങോട്ടെന്ന് വെച്ചാ ഇറങ്ങി പൊയ്ക്കോ. നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേട് ഉണ്ടാക്കുന്നതല്ലാതെ വേറെ എന്ത് ഗുണമാണ് നിങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? ഇറങ്ങി പൊയ്ക്കോന്നേ. അങ്ങനെ വെറും കൈയോടെ ഞങ്ങളെ ഇറങ്ങി പോകുന്നു കരുതണ്ട. ഞങ്ങൾക്ക് ഇവിടെ കുറെ അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. മനസ്സിലില്ലെങ്കിലും നിയമപരമായിട്ട് ഭാര്യയും മകളും ആണല്ലോ ഞങ്ങള്. ഞങ്ങൾക്ക് തരാനുള്ള ഓഹരി എങ്കിൽ തന്നേക്ക്, ഞങ്ങൾ പൊയ്ക്കോളാം. എന്തോന്ന് ഓഹരിയോ? നിങ്ങൾക്കിവിടെ ഓഹരി ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അതാരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കോടതി ചെന്ന് വേണ്ട രീതിയിൽ കേസ് കൊടുത്താ കിട്ടാനുള്ളത് മൊത്തം വാങ്ങിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. മാസാമാസം ചെലവിന് എണ്ണി വാങ്ങിപ്പിക്കാം അമ്മയെ കൊണ്ട്. അത്രയ്ക്കായോടി നീ? നിനക്ക് ഷെയർ വേണോ അല്ലേ? ഇപ്പൊ ഇറങ്ങിക്കോണോ ഇവിടുന്ന്? ബാക്കി നീ പറഞ്ഞ കോടതി പോയി കാണാം. അങ്ങനെ ഇറങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിന്നെ ഇറക്കി വിടാൻ എനിക്കറിയാലോ. ഷെയർ ചോദിച്ച നിന്നെ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ വെച്ചേക്കത്തില്ല. ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞു. ഇനി ക്ഷമിക്കുന്ന പ്രശ്നമില്ല. മാറി നിൽക്കണി. ഇവളെ ഇന്ന് ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. ഇവളൊരു പെങ്കൊച്ചാ. ഇവളെ തെരുവിൽ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ എന്ത് നേടാൻ പോവാ? ഇവള് റോഡിൽ ഇറങ്ങി ഭിക്ഷ എടുക്കണം. ജീവിതം എന്താണെന്ന് ഇവള് പഠിക്കണം. എന്നാലേ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാവും. മര്യാദയ്ക്ക് ഇറങ്ങി പൊടി. ഇത് പണി പാളുന്ന ലക്ഷണമാണല്ലോ. ഇവിടുന്നും കൂടി പുറത്തായ പിന്നെ എന്റെ കാര്യം പോക്ക. അവസാന അടവ് പ്രയോഗിക്കുന്നതാ ബുദ്ധി. ഇറങ്ങി പോവാനാ പറഞ്ഞത്. നിന്നോടാ പുറത്തിറങ്ങി പോവാൻ പറഞ്ഞത്. അച്ഛ പ്ലീസ്, എന്നോട് ഇറങ്ങി പോവാൻ പറയല്ലേ അച്ഛ. എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. എന്നോടൊന്ന് ക്ഷമിക്ക് പ്ലീസ്. ഇനിയും നിന്റെ അഭിനയം ഞാൻ വിശ്വസിക്കണോ? കാലിൽ പിടിവിട്ടിട്ട് ഇറങ്ങി പോടി വിളിയില്. ഈ ഒരു തവണത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കച്ച. എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയാ വേറെ ഇടമില്ല. പ്ലീസ് അച്ഛ, എനിക്ക് നാണക്കേട് എന്നെ ഇറക്കി വിടല്ലേ. ഇനി നിന്നോട് ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. പറഞ്ഞു പോയ തെറ്റിന് ഇവള് മാപ്പ് ചോദിച്ചില്ലേ? ഈ ഒരു തവണത്തേക്ക് കൂടി മോളോട് ക്ഷമിക്ക്. മിണ്ടിപ്പോരുന്നു നീ. അച്ഛ പ്ലീസ് അച്ഛ, എന്നോട് ക്ഷമിക്ക്. ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. നീ എത്ര കാല് പിടിച്ചാലും ഞാൻ നിന്നെ ഇവിടെ നിർത്തുന്നു നീ പ്രതീക്ഷിക്കണ്ട. വിടടി അച്ഛ പ്ലീസ് പ്ലീസ്. കാല് വിടാനാ ഞാൻ പറഞ്ഞത്. പ്ലീസ് അച്ഛ പ്ലീസ്. എടി കാല് വിടാൻ. ഇറങ്ങി പോടി. അപ്പൊ എന്നെ ഇറക്കി വിട്ടേ അടങ്ങുമല്ലേ? ഞാൻ ഇറങ്ങിപ്പോണല്ലേ? എന്നാ എനിക്കതൊന്ന് കാണണല്ലോ. അശോകേട്ടാ, 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 ഏട്ടാ കണ്ണു തുറക്ക്. ശിവൻ ഇനി എന്താ ഈ കാണിച്ചത്? ഏട്ടാ, അശോകേട്ടാ, അയ്യോ നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അശോകേട്ടാ, അശോകേട്ടാ,
അനങ്ങുന്നില്ലല്ലോ. ഇത്തിരി വെള്ളം എടുക്കാൻ പറഞ്ഞ കേക്കത്തുമില്ല. അശോകേട്ടാ, ഏട്ടാ, അശോകേട്ടാ. അയ്യോ, അനങ്ങുന്നില്ലല്ലോ. ശിവാനി, നീ പെട്ടെന്ന് ആംബുലൻസ് വിളിക്ക്. നമുക്ക് ആശുപത്രി കൊണ്ടുപോവാ. എനിക്ക് വേറെ പണിയുണ്ട്. നീ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം.